ഈ ഉമ്മ കുഞ്ഞിക്ക് പാൽ കൊടുത്തിന് എന്തെങ്കിലും പ്രശ്നമായി. ഓൻ്റെ ഉമ്മ അഷ്കറിന്റെ ഉമ്മ കുഞ്ഞിക്ക് പാൽ കൊടുത്തിന്. ഭർത്താവിന്റെ ഉമ്മ കുട്ടിക്ക് പാല് കൊടുക്കാണ്. അപ്പോൾ കണ്ടിട്ട് ഞങ്ങൾക്ക് എന്തെല്ലാം ആയി, ഞങ്ങൾക്ക് തലകളിന് കണ്ടിട്ട് ഞാൻ എൻ്റെ ഉമ്മ അല്ലേ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് പ്രശ്നമായി അവിടെ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കലുണ്ട്. ഞാൻ കുളിക്കാൻ പോകുമ്പോൾ കൊടുക്കലുണ്ട്. ഞാൻ നേരെ കുളിക്കാതെ വരില്ല. അങ്ങനെ മുമ്പേ പറഞ്ഞു. അങ്ങനെ ഭർത്താവ് ജോലിക്കൊന്നും പോകാറില്ല ഇതുവരെ. പോയിട്ട് 3 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. 3 വർഷമായിട്ട് ഇതുവരെ ജോലിക്ക് ഇല്ല, പോയിട്ടാ. സൗദിയിൽ പോകുന്നില്ല പറഞ്ഞിട്ട് ഇവർക്ക് ജീവിക്കാനുള്ള വരുമാനം. ഉപ്പാവും അനിയനുണ്ട്. അത് പറയും, ഉപ്പാവും അനിയനും കൊണ്ട് എൻ്റെ ഇതാക്കാൻ കഴിയും, എൻ്റെ ആവശ്യമില്ലേ അത് എനിക്ക് ഉപ്പ. അപ്പോൾ ഈ ഉമ്മ പറയുമല്ലോ, എൻ്റെ ആങ്ങളോട് പറയണം എന്ന്. എൻ്റെ എനിക്ക് എൻ്റെ ആങ്ങളാന്നല്ലേ തരല്, അപ്പോൾ നീ നിൻ്റെ ആങ്ങളോട് പറയണം. പാൽ കുടിക്കുന്നുള്ള കാര്യം ഞാൻ ഉമ്മാനും ബാപ്പാനും ചോദിച്ചിട്ട് കുഞ്ഞ് കരയുന്നു. ഉമ്മാനെയും ബാപ്പാനെയും ചോദിച്ചിട്ട് കരയുന്നു. കുഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരുമ്പോൾ, ഇപ്പോൾ പുള്ളറെല്ലാം ഉണ്ടാകുമ്പോൾ ഞാൻ കളിക്കുന്നു, പെട്ടെന്ന് ഓർമ്മ വരുമ്പോൾ കരയുന്നു. കാസർഗോഡ് ബന്തെടുക്ക പടുപ്പിലെ ഭർതൃഗൃഹത്തിൽ വെച്ച് ആത്മഹത്യ ചെയ്തു എന്നും ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടും എന്നും പറയപ്പെടുന്ന മോഹ്സിന എന്ന് പറയുന്ന 24 വയസ്സുകാരിയുടെ വീട്ടിലാണ് ഞാനുള്ളത്. കാസർഗോഡ് പള്ളിക്കരയിലെ പള്ളിപ്പുഴ എന്ന് പറയുന്ന പ്രദേശത്താണ് മോഹ്സിനയുടെ വീടുള്ളത്. ഇത് മോഹ്സിനയുടെ സഹോദരിയാണ്. ഈ അടുത്ത കാലത്ത് ഒരുപാട് ആത്മഹത്യകളാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ തന്നെ 2 ആഴ്ചയിൽ ഏകദേശം 5ഓളം ആത്മഹത്യകൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലെടുത്തു പറയേണ്ട ഒരു കേസ് തന്നെയാണ് മോഹ്സിനയുടെ കേസ്. വലിയ രീതിയിലുള്ള ക്രൂരതകൾക്ക്, മാനസികമായിട്ടുള്ളതും ശാരീരികമായിട്ടുള്ളതുമായിട്ടുള്ള പീഡനത്തിന് മോഹ്സിന ഇരയാക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ പറയപ്പെടുന്ന കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ഇതുവരെയായിട്ടും ഈ പറയപ്പെടുന്ന ഒരാളെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. അതായത് നിലവിൽ ഇവർക്ക് ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള പരാതിയുണ്ട്. ഇതൊരു ആത്മഹത്യയല്ല, ഇതൊരു കൊലപാതകമാണ് എന്നുള്ള കാര്യത്തിൽ കുടുംബം ഉറച്ചു നിൽക്കുന്നുണ്ട്. ഇപ്പൊ മോഹ്സിനയുടെ സഹോദരിയാണുള്ളത്. എന്താണ് സംഭവിച്ചത്? പല പ്രാവശ്യം പറഞ്ഞു, ഉമ്മ ഇങ്ങനെ ഉമ്മാക്ക് എന്നോട് സ്നേഹമില്ല, ഞാൻ ആരെയോ പോലെ കാണുന്നു, വരുന്ന ആളോടും പോകുന്ന ഇങ്ങനെ ബന്ധുക്കളോടും അയൽവാസികളോടെല്ലാം ഞാൻ രാവിലെ എണീക്കുന്നില്ല, പണിയെടുക്കുന്നില്ല അങ്ങനെ പറയുന്നു. ഞാൻ എല്ലാ പണിയും എടുക്കുന്നു, എന്നിട്ട് എന്നെ അങ്ങനെ പറയുന്നു. അത് കേൾക്കുമ്പോൾ ഇങ്ങനെ വിഷമമാണ്. ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ ഞാൻ അതൊന്നും കാര്യമാക്കണ്ട, നീ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നീ രാവിലെ എണിച്ചിട്ട് പണിയെല്ലാം എടുത്തേ, അവർക്കതില്ല പ്രശ്നമോ. ഞാൻ രാവിലെ എണിച്ചിട്ട് പണിയെല്ലാം എടുത്തോ, നീ അവരെ കാര്യമാക്കണ്ട, അവരെപ്പോൾ സുഖമില്ലാതെ കിടക്കൽ തന്നെയല്ലോ. അപ്പോൾ ഞാൻ അതൊന്നും കാര്യമാക്കണ്ട, എനിക്ക് കഴിയുന്നത് നീ എടുത്തിട്ട് അവരവർക്ക് ഇതാക്കാനല്ലേ, നീ പണിയിലെടുത്തോ. അങ്ങനെ കുറേ പ്രാവശ്യം പറഞ്ഞു കൊടുത്തിന്. എൻ്റെ അടുത്ത് ലാസ്റ്റ് ഒരു 2 മാസം മുമ്പ് വിളിച്ചത്, രാത്രി ഇങ്ങനെ വിളിച്ചതാണ്. ഞാൻ വിഷമത്തോട് വിളിച്ചത്. ഈ ഉമ്മ കുഞ്ഞിക്ക് പാൽ കൊടുത്തിന് എന്തെങ്കിലും പ്രശ്നമായി. ഓൻ്റെ ഉമ്മ അഷ്കറിന്റെ ഉമ്മ കുഞ്ഞിക്ക് പാൽ കൊടുത്തിന്. ഭർത്താവിന്റെ ഉമ്മ കുട്ടിക്ക് പാല് കൊടുക്കാണ്. അപ്പോൾ കണ്ടിട്ട് ഞങ്ങൾക്ക് എന്തെല്ലാം ആയി, ഞങ്ങൾക്ക് തലകളിന് കണ്ടിട്ട് ഞാൻ എൻ്റെ ഉമ്മ അല്ലേ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് പ്രശ്നമായി അവിടെ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കലുണ്ട്. ഞാൻ കുളിക്കാൻ പോകുമ്പോൾ കൊടുക്കലുണ്ട്. ഞാൻ നേരെ കുളിക്കാതെ വരില്ല. അങ്ങനെ മുമ്പേ പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഞമ്മ അങ്ങനെ വലുതാക്കിയിട്ട് പിന്നെ ഒരിക്കലും രാത്രി പെട്ടെന്ന് അങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നു, ഇന്ന് നല്ലോണം ഇതായിനി. ഞാൻ പറഞ്ഞിട്ടാകുമ്പോൾ ഉപ്പ പറയുന്നു, അവൻ്റെ ഉപ്പ പറയുന്നൊരു കൊടുത്തങ്ങനത്തെ ജാതി മാറിപ്പോകും. അതായത് ഭർത്താവിന്റെ ഉമ്മ കുട്ടിക്ക് പാല് കൊടുക്കുന്നു എന്നുള്ളത് മാനസികമായിട്ട് വലിയ രീതിയിൽ ബാധിച്ചിരുന്നു. വിഷമം ഉണ്ടായിരുന്നു. ഞാനൊരു ഉമ്മ അല്ലേ, എനിക്ക് കാണുമ്പോൾ സഹിക്കുമോ എന്നോട് ചോദിച്ചിനി. ഇത് ഫോൺ വിളിക്കുമ്പോൾ അഷ്കറും ഉണ്ടൊക്കെ. അഷ്കറോട് ഫോൺ കൊടുക്കാൻ പറഞ്ഞു. അഷ്കർ എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന മോഹ്സിനയുടെ ഭർത്താവാണ്. അവനോട് ഞാൻ സംസാരിച്ചു. അവനോട് പറഞ്ഞു, ഫോൺ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഇതൊന്നും ഇവിടെ കേൾക്കാതെ സംഭവമാണ്, നീ നിൻ്റെ ഉമ്മാനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നല്ല പറഞ്ഞു. അപ്പോൾ ആയിന്ന് പറഞ്ഞു. എനിക്ക് പറഞ്ഞ് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് ഒരു 3:30 ഭക്ഷണം, ഓരോ കുറവ് പറയാങ്ങി 3:30 ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓനിൽ കൊടുക്കുക. അപ്പോൾ ഓനോട് ഞാൻ പറഞ്ഞു, ഓളിൽ കൊടുക്കാൻ പറഞ്ഞു മോഹ്സിനൻ്റെ ഒക്കെ. അപ്പോൾ ഓളോട് ഞാൻ പറഞ്ഞു, എന്താ 3:30 കഴിക്കുന്നത് പറഞ്ഞു. ഇവിടെ കറിക്ക് എന്തും ഉണ്ടാവില്ല, കറിക്ക് എന്ത് കൊണ്ടിട്ട് കറിക്ക് എന്തും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഉള്ളതെടുത്ത് കറി വെക്കണം, ചെറുപയർ അങ്ങനത്തെല്ലാം ഉണ്ടാവും പറഞ്ഞു. ഇല്ല അതും ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ് അപ്പോൾ അവരെല്ലാം എന്ത് കഴിക്കല്. അപ്പോൾ അവർ കഞ്ഞി കുടിക്കും, അച്ചാറും കൂടി കഞ്ഞി കുടിക്കും. അപ്പോൾ നീ എന്താ കഴിക്കുമ്പോൾ ഞാൻ 3:30 മുട്ട പൊരിച്ചിട്ട് വയ്ക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ എന്നാൽ അവരൊക്കെ തന്നെ ഇരുന്നിട്ട് വെച്ചോ, കഞ്ഞി അവരൊക്കെ തന്നെ ഇരുന്നിട്ട് വെച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഇതാക്കിന്. പിന്നെ ഞാൻ ഓനോട് പറഞ്ഞ് ഓനിക്ക് ഫോൺ കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഓക്ക് എന്ത് ഇതില്ല, എന്ത് പ്രശ്നമൊന്നുമില്ല, നീ ജോലിക്ക് പോകാത്ത പ്രശ്നമേ ഉള്ളൂ, നീ എന്തെങ്കിലും ജോലിക്കായി പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് ഞാൻ പോയെങ്കിൽ നാളെ തന്നെ തുടങ്ങുമല്ലോ ഇവിടെ. രണ്ടാൾ തുടങ്ങുന്നു. ഭർത്താവ് ജോലിക്കൊന്നും പോകാറില്ല ഇതുവരെ. പോയിട്ട് 3 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. 3 വർഷമായിട്ട് ഇതുവരെ ജോലിക്ക് ഇല്ല, പോയിട്ടാ. സൗദിയിൽ പോകുന്നില്ല പറഞ്ഞിട്ട് ഇവർക്ക് ജീവിക്കാനുള്ള വരുമാനം. ഉപ്പാവും അനിയനുണ്ട്. അത് പറയും, ഉപ്പാവും അനിയനും കൊണ്ട് എൻ്റെ ഇതാക്കാൻ കഴിയും, എൻ്റെ ആവശ്യമില്ലേ
അത് എനിക്ക് ഉപ്പ. അപ്പോൾ ഈ ഉമ്മ പറയുമല്ലോ നിൻ്റെ ആങ്ങളോട് പറയണമെന്ന്. നിൻ്റെ എനിക്ക് എൻ്റെ ആങ്ങളാന്നല്ല തരല്, അപ്പോൾ നീ നിൻ്റെ ആങ്ങളോട് പറയണം. ഈ പൊതുവെ പല കേസുകളിലും കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഭർത്താക്കന്മാർ ജോലിക്ക് പോകുന്നില്ല എന്നതാണ്. ഇത് എന്തൊരു അവസ്ഥയാണെന്നാണ് എനിക്കറിയാത്തത്. ജോലി എടുക്കുക, കുടുംബം നോക്കുക, അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന നമ്മുടെ മക്കളെ, പെൺകുട്ടികളെ വിദ്യാഭ്യാസം കൊടുത്ത് അവർക്ക് ഒരു ജോലി ഉണ്ടാക്കണം. ഭർത്താവ് ജോലിക്ക് പോകാൻ പറ്റാത്ത സമയത്ത് അവർക്ക് ജോലിക്ക് പോകാൻ പറ്റണം. അപ്പം അതിന് പല കാരണങ്ങളും പറഞ്ഞ് അതൊരു തടസ്സമായി പലപ്പോഴും മാറാറുണ്ട്. യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം കൊടുക്കാത്തതിൻ്റെ വലിയ പ്രശ്നങ്ങൾ പലപ്പോഴും പലയിടങ്ങളിലും കാണാറുണ്ട് എന്നുള്ളതാണ്. ഇത് ആത്മഹത്യ അല്ല, ഇതൊരു കൊലപാതകമാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അവളങ്ങനെ ചെയ്യില്ല നമുക്ക് ഉറപ്പുണ്ട്. അപ്പോൾ കുഞ്ഞുണ്ട്, 2 വയസ്സായ കുഞ്ഞുണ്ട്, അതിനെ വിട്ടിട്ട് പോകില്ല നമുക്ക് ഉറപ്പുണ്ട്. ഭയങ്കര സ്നേഹമാണ് കുഞ്ഞിനെ. ഇവിടെ വന്നങ്ങനെ താഴേക്ക് വന്ന് ആരും തൊടാനൊന്നും പിടിയില്ല. മക്കളെല്ലാം ഉണ്ടല്ലോ, ഇടത്തിൻ്റെ മക്കൾ അവരെല്ലാം നമ്മളെല്ലാം ഉണ്ട്. അപ്പോൾ കുഞ്ഞിനെ തൊടാനൊന്നും പിടിയില്ല. ഇവിടെ പുറത്ത് തന്നെ ഇളക്കില്ല, തട്ടി തന്നെ നിൽക്കും. ഇവിടെ വന്ന ആരൊക്കെ പോലും ഇല്ല, ഉളക്കെ തന്നെ നിന്നിട്ട് ഓള് എവിടെ ഇളക്കിയില്ല, ആരും തൊടാനും പിടിയില്ല. അപ്പോൾ ആ കുഞ്ഞിനെ ഇളക്കിയിട്ട് പോയില്ല തന്നെ അങ്ങ് പറയുന്നു. അതുപോലെ ഇവർ പറയുന്നത് അവിടെ രാത്രി പ്രശ്നം ഉണ്ടായെന്ന് പറയുന്നു. അടുത്ത ആൾക്കാരെല്ലാം പറഞ്ഞു രാത്രി സൗണ്ടെല്ലാം കേട്ടി നിന്ന്. അപ്പോൾ അങ്ങനെ ആത്മഹത്യ ചെയ്യണമെങ്കിൽ ഞാൻ പറയുന്നത് അപ്പോൾ രാവിലെ മുതൽ രാത്രി മുതൽ രാവിലെ വരെ ഒക്കെ സമയം ഉണ്ടായിട്ടേ ഈ രാവിലെ എന്ത് അത് 9 മണിക്ക് ആ സമയത്ത് ചെയ്യാൻ കാരണം എന്ത്? അവൾ ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ രാത്രി സമയം ഉണ്ടായിട്ടേ. ഈ ഭർത്തൃ വീട്ടിൽ നിന്ന് മർദ്ദനം ഉണ്ടായിട്ടുണ്ട്, എപ്പോഴെങ്കിലും അടി കിട്ടിയിട്ടുണ്ട്? അതിന് മുമ്പ് ഒരു 8 മാസം മുമ്പ് ഉണ്ടായി. എന്താ ചെയ്തേ? പുറത്തടിച്ചെന്നാണ് പറഞ്ഞത്. എന്തോ ഇതായിട്ട് പുറത്തടിച്ചത്. അങ്ങനെ ഒരാൾ പറയുമ്പോൾ പറഞ്ഞോലോ അതിന് തച്ചിട്ട് നിൻ്റെ ചിറകൊന്നും ഒടിഞ്ഞിട്ടില്ലാലോ, ചിറക് ഒടിഞ്ഞിട്ടാലാന്ന്. അതെല്ലാം കാക്കാലം പറഞ്ഞിട്ട് കുറച്ച് ഇതാക്കിയിട്ട് അപ്പോൾ ഇപ്പുറത്തായിട്ട് കുറച്ച് ശരി, അതിന് ശേഷം കുറച്ച് ശരി ഉണ്ടായിന്, നേരെ ഉണ്ടായിന്. അതിന് ശേഷമാണ് നീ പാൽ കൊടുക്കുന്ന പ്രശ്നം. അത് ഞാൻ പറഞ്ഞു കൊടുത്തേ പിന്നെ ഓള് പറഞ്ഞു ഇപ്പം കുറച്ച് നേരെയുണ്ട്, നീ പറഞ്ഞു കൊടുത്തേ പിന്നെ കുറച്ച് നേരെയുണ്ട്. ഞാൻ പറഞ്ഞു നീ ഉമ്മ എല്ലാവരും നല്ല ഇതാക്ക്, രാവിലെ എണിച്ചോ, പണിയെല്ലാം എടുത്തോ, ഒന്നും ഇതാക്കണ്ട, അവരെ പ്രശ്നം അതെങ്കിൽ നീ അങ്ങനെ ആക്കിക്കോന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇപ്പം നേരെ. അതിന് ശേഷം വിളിക്കും പറഞ്ഞാൽ ഇപ്പം നേരെയുണ്ട്, നീ പറഞ്ഞു കൊടുത്തേ പിന്നെ നേരെയുണ്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടാകുമ്പം ഒരു പള്ളി ഉറൂസ് ഉണ്ടായിന്. ഇപ്പോൾ മരിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ് എല്ലാവരും ഒന്നിച്ചിട്ടുണ്ടായിന് പള്ളി ഉറൂസിൻ്റെ സമയത്ത്. അപ്പോൾ പറഞ്ഞ് പിന്നെ എനിക്ക് നല്ലോണം ഇങ്ങനെ വിഷമായിന്. പിന്നെ ഓന് ഉമ്മാൻ്റെ തന്നെ എന്നിട്ട് ഫോട്ടോ എടുക്കുന്നു, എന്നെ ഇങ്ങനെ വേറെ ആക്കിയിട്ട് ഉമ്മാൻ്റെ തന്നെ എന്നിട്ട് ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ ഞാൻ ചിരിച്ചപ്പോൾ ഞങ്ങൾ എല്ലാവരും ഉണ്ട്, ചിരിച്ച് ഞാൻ സാരില്ലപ്പാ ഉമ്മ അല്ലേ എടുത്തോട്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആശയില്ലേ, എൻ്റെ മാപ്പിളയല്ലേ, എനിക്ക് ആശയില്ല അങ്ങനെ ഒന്നിച്ച് നിന്നിട്ട് എടുക്കാൻ. അപ്പോൾ നമുക്ക് കാര്യമാക്കിയില്ല. അപ്പോൾ നല്ലോണം വിഷമായി നോക്കത്. പിന്നെ അവിടെ ഈ ഉമ്മാൻ്റെ ആങ്ങളുടെ ഭാര്യ ഉണ്ടായി, അവരോളം മേശ ഉടുപ്പിച്ചിന്. അതൊരു വിഷമമായിട്ട് എന്നോട് പറഞ്ഞു. ടേബിൾ ഉടുപ്പിച്ചിന്. അല്ല, ഈ കല്ലൂരാവിൽ അളയ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ അവരുടെ മകളെ കല്യാണം ഉണ്ടായിന്. അപ്പോൾ അതും ഇങ്ങനെ വിഷമത്തോടെ തന്നെ പറഞ്ഞിനി. പിന്നെ മേശ ടേബിൾ തുടക്കാൻ പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ പണിക്കാളുണ്ടല്ലോ, പിന്നെ ഞാൻ തുടക്കുന്ന പറയുമ്പോൾ അവർ പേടിപ്പിച്ചോലൂ, അതൊന്നും നോക്കണ്ട അവയെ തുടക്കുന്ന പറഞ്ഞിട്ട് പേടിപ്പിച്ച്. അതല്ലെങ്കിൽ 2 കാര്യം ഇങ്ങനെ ഈല് വിഷമമായിട്ട് പറഞ്ഞു. നിങ്ങൾ പറയുന്നത് ഇതൊരു ആത്മഹത്യ അല്ല? അല്ല, ചെയ്യുന്നെങ്കിൽ രാത്രി മുതൽ രാവിലെ വരെ സമയമില്ലേ അപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ രാത്രിയുടെ പ്രശ്നമായിനോലോ. വേറെ ആൾ പറഞ്ഞത് പാൽ കുടിക്കാനുള്ള കാര്യം ഞാൻ ഉമ്മാനെയും പാപ്പാനെയും ചോദിച്ചിട്ട് കുഞ്ഞ് കരയുന്നു. ഉമ്മാനെയും പാപ്പാനെയും ചോദിച്ചിട്ട് കരയുന്നു. കുഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരുമ്പോൾ ഇപ്പോൾ പുള്ളറെല്ലാം ഉണ്ടാകുമ്പോൾ ഞാൻ കളിക്കുന്നു, പെട്ടെന്ന് ഓർമ്മ വരുമ്പോൾ കരയുന്നു. ഉറക്ക് വരുമ്പോഴല്ലോ പാപ്പാനെയും ചോദിക്കുന്നു, ഉമ്മാനെയും പാപ്പാനെയും രണ്ടാളും ചോദിക്കുന്നു. വണ്ടി വാങ്ങാൻ പോലെ പാപ്പാന്ന് പറഞ്ഞിട്ട് സ്കർച്ചാന്ന് വിളിക്കലോ, കുഞ്ഞും അങ്ങനെ വിളിക്കലോ, ഓൾ വിളിക്കുന്നത് കേട്ടിട്ട് അങ്ങനെ ചോദിക്കുന്നു. ഇല്ല, അതിന് ശേഷം വന്നിട്ട 5 ദിവസം ആകുമ്പം 5-ാമത്തെ ദിവസം വന്നിനി. 2 കാക്കാൻ്റെ ഭാര്യമാരും, ഒരു കാക്കാവും അനിയനും പിന്നെ ഒരു ബന്ധു എന്ന് പറയുന്ന ഒരു പെണ്ണും കാണിച്ചിട്ട് അങ്ങ് പറഞ്ഞ് ഇത് പറയാതെ കാണിക്കില്ല, സത്യം തെളിയാതെ നമ്മൾ കാണിക്കില്ല, ഞങ്ങൾക്ക് അറിയണം മച്ചാൽ ഞങ്ങൾ കുഞ്ഞിനെ അയക്കാൻ പേടിയാന്ന് അങ്ങനെ കാണിക്കില്ല. എന്നിട്ട് കാണിച്ചിട്ട വലിയ വിഷയങ്ങൾ എനിക്ക് തോന്നുന്നത് ഇവിടെ നിങ്ങൾ പറഞ്ഞതിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഭർത്താവിനെതിരെ നിങ്ങൾക്ക് എന്തെങ്കിലും ആരോപണങ്ങൾ ഉന്നയിക്കാനുണ്ടോ? അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു, ഈ കഴിഞ്ഞ പ്രാവശ്യമാണ് പറഞ്ഞത് തലക്ക് തല്ലുന്നു.
അപ്പം ഞാൻ പറഞ്ഞു സാരല്ല ഇങ്ങനെ തമാശക്ക് തല്ലുന്നതായിരിക്കും പറഞ്ഞു അല്ല നമുക്ക് വേദന എടുക്കുന്നു തല്ലുമ്പോൾ നമ്മൾ പറയുമ്പോൾ ഒന്നൊരു പ്രശ്നം ഉണ്ടപ്പോൾ ചേച്ചി നമ്മൾ ഒന്നിച്ച് ഒരു പറഞ്ഞു കൊടുത്തതാണ് തല്ലെന്ന് പറയുമ്പോൾ പറഞ്ഞാൽ മെല്ലല്ല നമുക്കെന്ത് വേദന എടുക്കുന്നില്ലേ തല്ലുമ്പോൾ. കല്യാണം കഴിഞ്ഞിട്ട് ആകെ 3 വർഷമായിട്ടുള്ളൂ. 2020 തോന്നുന്നു കല്യാണം കഴിഞ്ഞത്. ഒക്ടോബർ 1. ഈ ഇപ്പൊ ഏകദേശം 3 വർഷമേ ആയിട്ടുള്ളൂ. 3 വർഷമായ ഒരു ബന്ധമാണ്. അപ്പൊ അതിനിടയിൽ ആത്മഹത്യയിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞു. അതിന് 24 വയസ്സുകാരി 2 വയസ്സുകാരിയായിട്ടുള്ള ചെറിയൊരു മോളുണ്ട്. ആ കുട്ടിയുടെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് സങ്കടമായി പോകും. അപ്പൊ ഇവിടെ എന്താ ഇത് സംഭവിക്കുന്നതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഭർത്താവ് ജോലിക്ക് പോകുന്നില്ല എന്നൊക്കെ പറയുന്നത് ഒരു വലിയ വിഷയം തന്നെയാണ്. കാരണം വേറെ ആരുടെയെങ്കിലും ഒക്കെ ചെലവിൽ അവിടെ കഴിയുക അതൊക്കെ ഒരു സ്വാഭാവികമായിട്ടൊരു മാനസികമായിട്ടുള്ള ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഭർത്താവിൻ്റെ ഉമ്മയിൽ നിന്നും ഭർത്താവിൽ നിന്നും ഇതുപോലെയുള്ള ചില മർദ്ദനങ്ങളും ഒരുപക്ഷെ ഭർത്താവിനേക്കാൾ കൂടുതൽ ഭർത്താവിൻ്റെ ഉമ്മയിൽ നിന്ന് വലിയ രീതിയിലുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. സ്വന്തം കുട്ടിക്ക് പാല് കൊടുക്കുന്ന സമയത്ത് പോലും ആ പാല് കൊടുക്കുന്നത് പോലും ഭർത്താവിൻ്റെ ഉമ്മയായിരുന്നു പല സമയങ്ങളിലും എന്നുള്ളതാണ്. അപ്പം അതിൻ്റെയൊക്കെ ഒരു സ്വാഭാവികമായിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാകില്ല. കാരണം അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇവർ ചെയ്യുന്നതിനാണ്. അപ്പോൾ പൊതുവേ ഒരു വീട്ടിൽ നിന്ന് വരുന്ന ഒരു സ്ത്രീയോട് അല്ലെങ്കിൽ ഒരു യുവതിയോട് നിങ്ങൾ സ്വന്തം മകളായിട്ട് കാണണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്കും അതേപോലെയുള്ള ഒരു മകൾ ഉണ്ടെങ്കിൽ ആ മകൾ മറ്റൊരു വീട്ടിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ അവിടെ വെച്ച് ആ മകൾക്ക് ഇതുപോലെയുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ എന്തായിരിക്കും? അപ്പം നിങ്ങളുടേതാകുമ്പോൾ അതിന് വലിയ വാല്യൂ, മറ്റുള്ള ആളുകളുടേതാകുമ്പോൾ അവരങ്ങനെ നിന്നാൽ മതി, അവരിങ്ങനെ ജീവിച്ചാൽ മതി എന്നുള്ള ഒരു തോന്നലുകൾ ഇത് ഭയങ്കര അപകടത്തിലേക്ക് പോവുകയാണ്. കേവലം നിങ്ങൾ ചിലപ്പോൾ അതിനെ നിസ്സാരമായിട്ട് കാണുന്നുണ്ടാകാം. പക്ഷെ അത് അനുഭവിക്കുന്ന, അതിനിരയാക്കപ്പെടുന്ന മൂസിനെ പോലെയുള്ള പെൺകുട്ടികൾ, യുവതികൾ അവസാനം ഒരു മുഴം കയറിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. എന്തായാലും വളരെ വേദനാജനകമായിട്ടുള്ള ഒരവസ്ഥയാണ്. മൂസിനൊക്കെ നീതി കിട്ടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.